ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബാലൻഡിയോർ പുരസ്കാരങ്ങൾക്ക് ഒരിക്കലും പഞ്ഞമില്ലാത്ത ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയ ക്ലബ്ബുകളിൽ ഒന്ന് അത് റയൽ മാഡ്രിഡ് കൂടിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ AS കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിനകത്ത് ഒരു ബാലൻഡിയോർ ജേതാവ് പോലുമില്ല. ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. കാരണം ഈ സമ്മറിൽ ലൂക്ക മോഡ്രിച്ച് ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. AC മിലാനിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഇതോടുകൂടി റയലിൻ്റെ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ബാലൻഡിയോർ ജേതാവും ക്ലബ്ബ് വിട്ടു കഴിഞ്ഞു. നമുക്കറിയാം, മോഡ്രിച്ചിന് മുൻപ് കരീം ബെൻസിമ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ഇങ്ങനെ ബാലൻഡിയോർ ജേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തിനിടെ റയലിൻ്റെ സ്ക്വാഡിൽ എപ്പോഴും ഒരു ബാലൻഡിയോർ ജേതാവ് ഉണ്ടായിരിക്കും. പക്ഷേ വരുന്ന സീസണിൽ അത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ് എന്നാണ് AS കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം തല 4 റയലിന് നഷ്ടമായിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി അത് കരസ്ഥമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.